ഞങ്ങളിന്ന് ഒരു അവധി ദിവസമായിട്ട് ഇവിടെ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹൈക്കിനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. സോ ഞങ്ങൾ ഹൈക്കിനൊന്നും വന്നതല്ല, ഇവിടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്നോർത്ത് വന്നതാണ്. കണ്ടോ, നല്ല സ്റ്റീപ്പാണ് കേട്ടോ. ഞങ്ങൾ തോമുക്കുട്ടനെയും കൊണ്ട് പോവുക. അടിപൊളി കേട്ടോ, നല്ല കാറ്റുമുണ്ട്. ഇതിപ്പം വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് കയറുന്ന ഒരു ടൈമാണ്. എന്നാലും നല്ല രീതിയിലുള്ള തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. കുറേ നാളായി ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട്, അതുകൊണ്ടാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഞങ്ങളുടെ പാളിപ്പോയ പീക്ക് ഡിസ്ട്രിക്ട് ട്രിപ്പിലെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാം ഹൈക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ്. കണ്ടോ, ഇവരെ വെച്ചുകൊണ്ട് ഹൈക്ക് പോകാമെന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഹൈക്ക് ഒഴിവാക്കി ബാക്കി എന്തൊക്കെ ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പം കറൻറ്റ്ലി നോക്കുന്നത്. ഓക്കെ, പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. കാണിക്കാം കേട്ടോ, ഇത് നല്ല രസമുള്ള പ്ലേസാണ്. ഇനിയിപ്പോൾ വിൻ്റർ മാറി സ്പ്രിങ്ങിലേക്ക് എത്തുന്നൊരു ടൈമാണ്. പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. തണുപ്പിനേക്കാൾ കൂടുതൽ കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? എങ്ങനെയുണ്ട്? തണുപ്പിന് തണുപ്പുണ്ട്, അതേപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റ്. ഷാറുഖ് ഖാനോട് ഞാൻ പറഞ്ഞ ജാക്കറ്റ് ഇടണോന്ന്, ഒരു കുഴപ്പമില്ലെന്ന്. ആ മലയുടെ മണ്ടേ കയറാം. ഞാനുണ്ട്. പോരുന്നോ? ഇല്ല, പേടിയാ. അല്ലെങ്കിലും ഫാമിലി ആയിട്ട് ഹൈക്കിന് കയറി വന്നിട്ട് കാര്യമില്ല. അത് ആ ഒരു വൈബൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഹൈക്കിനൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹൈക്കിംഗ് പരിപാടിയൊന്നും ഇല്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫ്ലോപ്പായി പോകും എന്ന് വിചാരിച്ച സ്ഥലത്തിന് പേര് പീക്ക് ഡിസ്ട്രിക്റ്റ്. ഞങ്ങളൊരു അടിപൊളി പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചാറ്റ്സ്വർത്ത് ഹൗസ് എന്ന് പറയുന്നത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിനകത്ത് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ഷൂട്ടിംഗ് ഒക്കെ ആണ്. ഇവിടെ കുറേ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് അല്ലേ, അതൊക്കെ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇത് 1000-ന് മുകളിൽ ഏക്കറുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗാർഡൻ തന്നെ ഉണ്ട് 105 ഏക്കർ. അപ്പോൾ ഇതൊരു ഭയങ്കര മാസീവായിട്ടൊരു ഏരിയ ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര മാസീവായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് അമ്മേ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ്? കൊള്ളാം. അടിപൊളി എന്ന് പറയാൻ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതെ മുമ്പേ നിന്ന പ്ലേസിന് അത്ര കാറ്റ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ജാക്കറ്റൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റുന്നത്. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ചാറ്റ്സ്വർത്ത് ഹൗസ് എന്ന് പറയുന്നതിൻ്റെ എൻട്രൻസ് ആണ് ഇത് കേട്ടോ. എന്താ ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഗാർഡൻ ഉണ്ട്, ഗാർഡന് ഫാം ഉണ്ട്. ഫാമിൽ പോയി കഴിഞ്ഞാൽ ഫാമിൽ 4 മണിക്ക് മുന്നേ നമ്മളോട് ഇറങ്ങണം. അപ്പം പോയിട്ട് 4 മണിക്ക് മുന്നേ 5 മണി വരെ ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇവിടെ 4 മണിക്ക് മുമ്പ് അടയ്ക്കും. അപ്പോൾ ഫാമിൽ പോയി 4 o'clock മുമ്പ് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ 5 മണി വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫാം യാർഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫാം യാർഡും ഗാർഡനും കൂടെയുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. കാരണം നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. കാരണം ഇവിടെ
ടോട്ടലി കാണാനായിട്ട് ഈ ചാറ്റ്സ്വർത്ത് ഹൗസിൽ 34 ലൊക്കേഷൻസ് ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ 34 ലൊക്കേഷൻസ്. നമുക്കതിനകത്ത് കൂടിപ്പോയാൽ ഒരു 3-4 ലൊക്കേഷൻ മാത്രമേ നമുക്ക് ഇന്ന് പോകാനുള്ള ടൈമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. സോ ഞങ്ങൾ ഫാം യാർഡിലേക്ക് നടക്കുകയാണ്. പിന്നെ വരുന്ന വഴി ഞങ്ങൾ കയ്യിൽ ഫുഡൊക്കെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇടയ്ക്ക് ആർക്കെങ്കിലും വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചാണ് പയ്യെ നടക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നന്നായിട്ടാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അടിപൊളി സംഭവം. നല്ല അടിപൊളി ഒരു ഏരിയ ആണ് കേട്ടോ, ഫാം യാർഡ് ഷോ. കുതിരയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കുതിരയൊക്കെ ഉണ്ട്. നൈസ്. എന്നാന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. ഓവർ ആയിരിക്കും. കിടില ഭയങ്കര നല്ല വലിപ്പമാണല്ലോ. നല്ല വലിപ്പമാണല്ലോ. നല്ല കിടിലാണല്ലോ. തൊട്ടോ തൊട്ടോ. ഞാൻ ജിയോ ഇങ്ങോട്ട് നോക്കിയാടാ. ജിയോ ഇങ്ങോട്ട് നോക്കിയാ. അങ്ങനെ ഞങ്ങൾ കുതിരയായിട്ടുള്ള ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ബാക്കി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടക്കുവാണ്. ഇവിടെ നമ്മുടെ തോമുക്കുട്ടന് കളിക്കാൻ പറ്റുന്നൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. ഇത് കണ്ടോ, ഇത് ന്യൂ ബോൺ ആട്ടിൻകുട്ടികളാണ് കേട്ടോ. ഇപ്പം ജസ്റ്റ് ഉണ്ടായി വീണതേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ബ്ലഡൊക്കെ ഇപ്പോഴും ഒതലുണ്ട്. അത് ജനിച്ച് വീണ് പാല് കുടിക്കുന്ന ഒരു സീനാണ് കേട്ടോ. ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. രാവിലത്തെ ആ ലൊക്കേഷനും ക്ലൈമറ്റും ഒക്കെ കണ്ടപ്പോൾ വന്നതെല്ലാം വെറുതെ ആയി പോവോ എന്ന് തോന്നിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നല്ലൊരു ഡിസിഷനായിരുന്നു. കാരണം ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വരുന്നത് നല്ല രസമായിട്ട് തോന്നും. കാരണം എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ തോമുക്കുട്ടനും അമ്മയ്ക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവർക്കും നടന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച തോമുക്കുട്ടൻ്റെ പ്ലേ ഏരിയ വന്നു. അവനെ ഇവിടെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. ഇതാണ് ചാറ്റ്സ്വർത്ത് ഹൗസിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ടായിട്ടല്ല തോന്നുന്നത്, ഇതൊരു ഒരു ഒരു വലിയൊരു ഏരിയ ആണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഏരിയ ഒരുക്കി. അവർക്ക് കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവർക്ക് മണ്ണിൽ കളിക്കാം, അവർക്ക് വെള്ളം വെച്ച് കളിക്കാം. എല്ലായിടത്തും പേരൻസ് ഉണ്ടായിരിക്കണം, പക്ഷെ അവരെ അവരുടെ ഇഷ്ടമുള്ള വഴിയിലേക്ക് വിട്ടേക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പിള്ളേരൊക്കെ മണ്ണ് വാരി കളിക്കുന്നുണ്ട്. ഇവിടെ പല രീതിയിൽ കളിക്കുന്നുണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാല ആടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ തോമുക്കുട്ടന് പറ്റിയ ഊഞ്ഞാൽ വല്ലതും കാണുന്നുണ്ടോ എന്ന്. കാരണം എല്ലാം നല്ല തിരക്കായതുകൊണ്ട് അവനൊരു ഊഞ്ഞാൽ ഇതുവരെ കിട്ടിയില്ല. ഇവിടുത്തെ കുഞ്ഞിപ്പിള്ളേർ കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. കാരണം ഇവരെ ഇവിടെ കൊണ്ടുവന്ന് മണ്ണിൽ കളിപ്പിക്കുക, വെള്ളത്തിൽ കളിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടൊക്കെ സേഫ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഇവിടെ വെക്കേഷനൊക്കെ വന്നിട്ട് ഫാമിലിയായിട്ട് പേരൻസൊക്കെ ഒന്ന് കൂടെ നിന്നാൽ മതി, അവരിഷ്ടമുള്ള പോലെ കളിച്ചോളും. കണ്ടോ,
അൺഅറ്റൻഡഡ് ആയിട്ട് കുട്ടികളെ വിടരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പേരൻസ് ഇവിടെ നിന്ന് അവരിഷ്ടമുള്ള രീതിയിൽ കളിച്ചോളും. കണ്ടോ, മണ്ണിൽ കളിക്കുക, അതുപോലെ തന്നെ ചെളിക്കകത്ത് കളിക്കുക, ഇതൊക്കെ അവരുടെ ഒരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മുടെ ഇവിടെ ബൂട്ട്സ് പോലത്തെ ഷൂസൊക്കെ ഉണ്ട്. ആ ഷൂസൊക്കെ ഇട്ടിട്ട് ഇവരെ നേരെ ഇങ്ങോട്ട് കളിക്കാനായിട്ട് വിടുക ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവരിവിടെ ചെയ്യുന്ന മേജറായിട്ടുള്ള ഏറ്റവും അടിപൊളി കാര്യം. അങ്ങനെ നമ്മുടെ തോമുക്കുട്ടന് അവസാനം ഒരു ഊഞ്ഞാൽ കിട്ടി. അവൻ ആടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്, എന്താ കണ്ടോ തോമുക്കുഞ്ഞേ, തോമുക്കുട്ടാപ്പി നോക്കിയേ തോമുക്കുട്ടാപ്പി. ഇതാണ് ചാറ്റ്സ്വർത്ത് ഹൗസിലെ ഗാർഡൻ കേട്ടോ. നല്ല ഭയങ്കര രസമുള്ള ഏരിയ ആണ്. എന്നാ മോളെ, ഐസ്ക്രീം മേടിക്കാം കേട്ടോ. ഏതാ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ഒക്കെ ഇവിടെ ചെയ്തേ? അമ്മയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് വന്ന് പറയുന്നത് കേട്ടാ ഞാൻ. ക്യൂ കൊണ്ടാ പറ്റത്തില്ല. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയ ഒരുപാട് ഹോളിവുഡ് ഫിലിംസിൽ ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. എല്ലാം കാണിച്ചു തരാം. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ആണ് ഇവിടെ ഷൂട്ട് ചെയ്തൊരു ഫിലിം. ബാക്കി കുറേ ഫിലിംസ് ഉണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിത്. സോ കണ്ടോ, സിനിമയിലൊക്കെ വല്ല പാലസൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ RRRനകത്ത് മറ്റേ ഒരു ബ്രിട്ടീഷ് ബംഗ്ലോ ഇല്ലേ, അതുപോലുണ്ട്, ആ ലുക്കുണ്ട്. ഈ ഗാർഡനിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് അത് ഈ കാസ്കേഡ് എന്ന് പറയുന്നത്. ഇതൊരു വാട്ടർഫോൾ ആണ്. 300 വർഷമായി ഇതിവിടെ പണിതിട്ട്. ഇതിൻ്റെ ഒരു വൈഡ്, അതായത് ഈ ചാറ്റ്സ്വർത്ത് ഹൗസിൻ്റെ ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് അതിൻ്റെ ഒരു ഏരിയ മാത്രമാണ്. ഇതേപോലെ പല ഏരിയകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 34 ലൊക്കേഷൻസ് ഓൾമോസ്റ്റ് ഉണ്ട്. സോ അതിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ കാസ്കേഡ് എന്ന് പറയുന്നത്. ഇതൊരു വാട്ടർഫോൾ ആണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപേ പണിതൊരു സംഭവമാണ്. ഇത് വളരെ നല്ല രസമാണ് ഇത് കാണാനായിട്ടും അതിനടുത്ത് നിൽക്കാനായിട്ടും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കാസ്കേഡൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു തിരക്ക് കുറഞ്ഞൊരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. എനിക്ക് പിന്നെ കുറച്ച് ഐസ്ക്രീം കഴിച്ചിട്ടാവാൻ ബാക്കി. ജിയോടെ ഐസ്ക്രീമിന്റെ ഇല്ല കുഴല് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് നടന്ന് ചാറ്റ്സ്വർത്തിലെ റോക്ക് ഗാർഡൻ കാണാനായിട്ട് നടന്നു. ഇതാണ് റോക്ക് ഗാർഡൻ. ഇതൊരു വിക്ടോറിയൻ എറ ക്രിയേഷനാണ്. ഇത് ചെയ്തത് 6th ഡ്യൂക്ക് ഓഫ് ഡിവോൺഷെയർ ആൻഡ് ജോസഫ് പാക്സ്റ്റൺ. ഈ 2 പേർ ചേർന്ന് നിർമ്മിച്ചൊരു സംഭവമാണിത്. അത് ഇതിൽ അവരെ എന്തിൽ നിന്നാണ് ഇൻസ്പയർ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആൽപ്സ് പർവ്വത നിരകളിലേക്കുള്ള ട്രാവലിൽ നിന്ന് ഇൻസ്പയർ ആയി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. ഇതിനോട് അടുത്ത് തന്നെ ഒരു വാട്ടർഫോളും ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയും കാര്യങ്ങളും വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഹായ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ നമുക്കൊരു 2-3 മണിക്കൂർ ഇവിടെ ഒന്ന് കറങ്ങി. കാരണം ഇവിടെ ഒരു 3 മണിക്കൂറൊന്നും പോരാ കേട്ടോ, ഇവിടെ ഒരു ദിവസം കറങ്ങാനുള്ളതുണ്ട്. ഭയങ്കര നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.
തീരെ പാളിപ്പോകുന്നു വിചാരിച്ചൊരു ട്രിപ്പ് ഭേദപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.